5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഇവിടെ ഇരിക്കുന്ന താന്നിയൂരമ്മയുടെ അല്ലേ? ചോദിക്കടോ. ആ എടോ, അതെ, ഈ കൺഫ്യൂഷൻ വരുമ്പോ തന്റെ ചില നമ്പറുകളില്ലേ? തുളസിയിലിട്ട് നോക്കാനോ? ആ, തുളസിയിലുണ്ട്. പക്ഷേ അതല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോ താൻ ഡിസിഷൻ എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. എടോ, താനേ അവിടെ നിന്ന് 2 ഡെപ്പി എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരെണ്ണത്തില് കുങ്കുമം, മറ്റൊന്നില് ഭസ്മവും വെച്ച്, കുങ്കുമം വന്നാൽ ഓക്കെ, ഭസ്മം വന്നാൽ ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നത്. അല്ല, ഞാനത് ഇതുവരെ സാറിന് മുന്നിൽ വെച്ച് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ സാറിനത് എങ്ങനെ അറിയാം? എടോ, അതെ, നമ്മള് 2 പേരുവേ ഒരു മുറിയിൽ താമസിക്കുന്നവരല്ലേ. എടോ, ചിലപ്പോഴൊക്കെ താൻ കാണിക്കണ്ടെന്ന് വിചാരിക്കുന്ന പലതും ഞാൻ കണ്ടുപോവില്ലേ. അത് എന്ത്? അയ്യോ, അതല്ല, ഞാനേ ഡെപ്പിയുടെ കാര്യമാ ഉദ്ദേശിച്ചത്. എടോ, താൻ ഒരു ദിവസം ദേവിയുടെ മുന്നിൽ വെച്ച് അത് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ഒരു കൗതുകം തോന്നിയോണ്ട് ഞാൻ ശ്രദ്ധിച്ചു, അത്ര തന്നെ. താൻ ഒരു കാര്യം ചെയ്യും, ആ ഡെപ്പി എടുത്തിട്ട് ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. അതില് കുങ്കുമാണ് വരണമെങ്കിൽ അത് താന്നിയൂരമ്മയുടെ തീരുമാനമാണ്. പിന്നെ താൻ എതിർക്കാൻ പാടില്ല. അമ്മ സമ്മതം പറഞ്ഞ ഞാൻ എതിർക്കില്ല. പക്ഷെ മറിച്ചായാൽ പിന്നെ എന്നെ ഒരു കാലത്ത് നിർബന്ധിക്കണ്ട. മറിച്ചാവില്ലെന്നേ. അല്ല, മരിച്ചാവില്ലെന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കും. താനത് പെട്ടെന്ന് എടുക്ക്, ചെല്ല്. ഇനി അത് രണ്ടും കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കുലുക്കി നിലത്തിട്ടിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അതിനു മുൻപ് എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. അതെന്ത് സംശയ? ഞാനിത് രണ്ടും ഒന്ന് തുറന്നു നോക്കട്ടെ. അതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേവിയുടെ മുമ്പിൽ അത്ര സംശയങ്ങളൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുണ്ട്. സംശയം അറിയല്ലോ. ഇനിയിപ്പോ എടുത്തിട്ടോ. ഇതോടെ നോക്കട്ടെ. ഇതെന്താ ഇത്? ഇതെപ്പോഴാ സാർ ചെയ്ത? അത് മാറിയെങ്ങാനും വീണാലൊന്ന് പേടിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വെച്ചതാ. കണ്ടോ ഈ പാര കള്ളത്തരം കാണിക്കുന്നേ? അതും ദൈവത്തിന്റെ മുൻപില്. ഇനി ഒന്നും വേണ്ട. അയ്യോ, താൻ അപ്പോഴേക്കും പിണങ്ങിയോ? ഒരു കാര്യം ചെയ്യും, താൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഒന്നല്ല കുങ്കുമവും ഒന്നല്ല ഭസ്മം ഇട്ട് വെച്ചോ. എന്നിട്ട് ദേവി തീരുമാനിക്കട്ടെ. അതെ, വെറുതെ ദേവിയുടെ മുമ്പിൽ വെച്ച് കളിക്കില്ല നന്ദിനി. എന്നാ സാറും കൂടി തിരിഞ്ഞു നിൽക്ക്. ഓ ശരി, നോക്കരുത്. വേഗം ആവട്ടെ.
ഇനിയും കൂടി തിരിഞ്ഞു നോക്കിയാ പിന്നെ എന്നെ പ്രതീക്ഷിക്കേ വേണ്ട. എന്താന്ന് വെച്ചാ ചെയ്. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഇനി തിരിഞ്ഞോ. ദേ സാറ് തന്നെ കുലുക്കി വെച്ചോ, ഞാൻ എടുത്തോളാം. ശരി. എന്തുപറ്റി? ദേവിയുടെ മുമ്പിൽ വെച്ച് കള്ളത്തരം ഒന്നും സംഭവിക്കരുതല്ലോ. അതുകൊണ്ട് ഞാനിതൊന്ന് നോക്കട്ടെ. അയ്യോ അതൊന്നും വേണ്ട. ഏയ് ഞാൻ ചെയ്ത കാര്യം തനിക്ക് ചെക്ക് ചെയ്യാമെങ്കിൽ താൻ ചെയ്ത കാര്യം എനിക്കും ചെക്ക് ചെയ്യാം. അതാണ് ഈക്വാലിറ്റി. എടി കള്ളി, നീ ഇത് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ ഞാനിത് തുറന്നു നോക്കിയത്. നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല മോളെ. ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ദേവിയുടെ മുമ്പിൽ വെച്ച് കള്ളത്തരം കാണിച്ചിട്ട് ഒരു പ്രശ്നമില്ലാതെ നിൽക്കണ കണ്ടോ? അത് പിന്നെ സാറങ്ങനെ ചെയ്തപ്പോ എനിക്കും വാശിയായി, അതാ ഞാനും അങ്ങനെ ചെയ്ത. അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു.